CJP കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. പാർട്ടിയുടെ പിന്നിലുള്ളവർക്കെതിരെ CBI അന്വേഷണം നടത്തണം എന്നാണ് ഈ പരാതിയിലെ ഹർജിയിലെ ആവശ്യം. അച്യുതനുണ്ട് വിവരങ്ങൾ നൽകാനായി. അച്യുതൻ, CJP പാർട്ടിക്കെതിരെ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞു പോയി, ക്ഷമിക്കണം. ഏതായാലും ആ ഒരു ഗ്രൂപ്പിനെതിരെ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതാ എക്സ് അക്കൗണ്ട് പൊട്ടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ആരാണ് ഹർജിക്കാരൻ? ഈ ഹർജിയിൽ എന്താണ് ആവശ്യം? അമൃത, പ്രജിൻ, ഇതുവരെ രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് കൂടി ഈ വിഷയം എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു മൂവ്മെന്റ് അത് രാജ്യത്തുണ്ടാകുന്നതിന് കാരണമായി തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചില പരാമർശങ്ങളായിരുന്നു. എന്തായാലും ആ വിഷയം വീണ്ടും കോടതിയുടെ മുന്നിലേക്ക് കൂടി എത്തിയിരിക്കുന്നുണ്ട്. ഈ CJPയുടെ സ്ഥാപകർക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇക്കൂട്ടർ നടത്തുന്നുണ്ട് എന്നൊരു ആരോപണം കൂടി ഹർജിയിലുണ്ട് എന്നത് തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ വന്നപ്പോൾ BJP ഈ CJPക്കെതിരെ വിമർശനവുമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഫോളോവേഴ്സ് അടക്കം പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നൊരു വിമർശനം BJP ഉന്നയിച്ചു. എന്നാൽ അവർ അതിന്റെ ഇൻസൈറ്റ് അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അതിനെ പ്രതിരോധിച്ചത്. നിരന്തരമായി ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു, നിരോധിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ CJPയും ഉയർത്തുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ഹർജി CJPക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രജിൻ, അമൃത. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.